ഹായ് ഡിയേഴ്സ്, ഇൻഷാല്ലാ. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പ്രോബബിലിറ്റി എന്നുള്ള ചാപ്റ്ററാണ്. ഓക്കെ, സോ പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എന്തായിരിക്കും പ്രോബബിലിറ്റി? നമുക്കറിയാമല്ലേ, ചാൻസ്, ഒരു ഇവൻ്റ്, എന്തെങ്കിലും ഒരു കാര്യം നടക്കാനുള്ളൊരു പോസിബിലിറ്റി അല്ലേ. ഇപ്പം നമ്മളെന്താ മഴ പെയ്യോ ചോദിച്ചാൽ പെയ്യും, അല്ലെങ്കിൽ ചിലപ്പോൾ പെയ്യും എന്ന് പറയില്ലേ. ആ ചിലപ്പോൾ എന്ന് പറയണില്ലേ, ആ ചിലപ്പോൾ എന്ന് പറയുന്ന വേർഡിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ ചാൻസ് ഇല്ലേ, ചിലപ്പം പെയ്യും, അതാണ് ചാൻസ്. അത് തന്നെയാണ് ഈ പ്രോബബിലിറ്റി. Okay, so let's dive into the chapter. ഫസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുള്ളത് പ്രോബബിലിറ്റീൻ്റെ ഡെഫിനിഷൻ. സോ ജസ്റ്റ് എന്താണ് പ്രോബബിലിറ്റി? ഇസ് ദ ചാൻസ് ദാറ്റ് സം ഇവൻറ്റ് വിൽ ഹാപ്പൻ. പിന്നെ ഇതിന് ഈ ഒരു കാര്യം ഉണ്ടല്ലോ, ഈ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ ജസ്റ്റ് ഇതിപ്പോൾ ഒന്നിങ്ങനെ കണ്ടുവെച്ചോളി, അതൊക്കെ നമുക്ക് ഉപയോഗിക്കാനുള്ളൊരു ഫോർമുലയാണ് കേട്ടോ. പ്രോബബിലിറ്റി ഓഫ് ഇവൻറ്റ്, അതിന് ഒന്നില്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, പി ഓഫ് ഇ എന്ന് പറയും കേട്ടോ. എന്താണ് പ്രോബബിലിറ്റി ഓഫ് ഇവൻറ്റ് എന്ന് പറയുമ്പോൾ പി ഓഫ് ഇ എന്ന് നമ്മൾ കൊടുക്കും. ഓക്കെ, സോ ഈ പ്രോബബിലിറ്റി ഓഫ് ഇവൻറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ്. ഇതെന്താണെന്നുള്ളത് ഒരു എക്സാമ്പിൾ നെക്സ്റ്റ് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, റെഡിയാണല്ലോ? ഇവിടെ തന്നിട്ടുള്ളൊരു ഡ്രോയിങ് കാണുന്നുണ്ടെങ്കിൽ ഇതിലെന്തൊക്കെ തന്നിട്ടുണ്ട്? 2 കിറ്റ് കാറ്റ് ഉണ്ട്, ഒരു 1 2 3 4 5 ഡയറി മിൽക്സ് ഉണ്ട്, ഒരു മിൽക്കി ബാർ ഉണ്ട്. ഓക്കെ, സോ ഇതൊക്കെ കൂടെ ചേർത്തിട്ട് ഒരു ബോക്സ് നിങ്ങളെ കയ്യിൽ തന്നു. ഓക്കെ, ഒരു ബോക്സാണ് നിങ്ങളെ കയ്യിൽ തന്നിട്ടുള്ളത്. ഇതെല്ലാം കൂടെ വെച്ചിട്ട് എപ്പോഴും പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങളെ കയ്യിൽ ഈ സാധനമൊക്കെ തീരുകയാണ് എന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പ്രോബബിലിറ്റി വേഗം അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. സെറ്റ്. അപ്പോൾ ഈ ഒരു ബോക്സ് തന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ്, എൻ്റെ ഈ ബോക്സിൻ്റെ അകത്തുള്ള എന്തൊക്കെയാണെന്ന് അറിയാലോ. ഇവിടെ മേലെ തന്നിട്ടുള്ള ചോക്ലേറ്റ്സ് ആണ് താഴെ ബോക്സിനകത്തുള്ളത്. ഓക്കെ, എന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ്, എനിക്കതിൽ നിന്ന് എത്ര പ്രാവശ്യം ഡയറി മിൽക്ക് കിട്ടും? അപ്പോൾ നമുക്കറിയാം ഡയറി മിൽക്ക് എത്ര പ്രാവശ്യം അല്ലെങ്കിൽ വേണ്ട, മിൽക്കി ബാർ ആദ്യം പറഞ്ഞത്. ഓക്കെ, സോ മിൽക്കി ബാർ നോക്കി നിങ്ങൾ എത്ര പ്രാവശ്യം ഇത് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്? ആ കൂടെ ഒറ്റ പ്രാവശ്യം അല്ലേ. നമ്മൾ ആ പെട്ടിക്കകത്ത് എത്ര കൈയിട്ട് തപ്പിയാലും നമുക്ക് ഒരൊറ്റ പ്രാവശ്യം ഇത് കിട്ടുള്ളൂ ആണല്ലോ. ഇനി ഇതേപോലെ നിങ്ങൾ കിറ്റ് കാറ്റ് എടുത്ത് നോക്കിയാൽ, കിറ്റ് കാറ്റ് ഞാൻ എങ്ങനെ കൈയിട്ട് തപ്പിയാലും ആദ്യം ഞാനൊന്നെടുത്ത് വേറെ ഏതെങ്കിലുമൊക്കെ ആയിരിക്കും. അങ്ങനെ എത്ര പ്രാവശ്യം കൈയിട്ടാലും 2 പ്രാവശ്യം കൈയിടുമ്പോൾ മാത്രമേ എനിക്ക് കിറ്റ് കാറ്റ് കിട്ടുള്ളൂ ആണല്ലോ. ബാക്കിയുള്ള ടൈം എന്തായിരിക്കും? വേറെ ഏതെങ്കിലും ചോക്ലേറ്റേ കിട്ടുള്ളൂ, അങ്ങനെയല്ലേ? കാരണം 2 കിറ്റ് കാറ്റേ അവിടെ ഉള്ളൂ. അപ്പോൾ 2 പ്രാവശ്യം കൈയിടുമ്പോഴേ എനിക്ക് കിറ്റ് കാറ്റ് കിട്ടാനുള്ള സാധ്യത ഉള്ളൂ. ഓരോന്ന് എടുക്കണം കേട്ടോ, ഒക്കെ കൂടെ വാരി എടുക്കരുത്. ഓക്കെ, സോ നമ്മളെന്ത് മനസ്സിലാക്കുകയാണ്? സോ 2 പ്രാവശ്യം എനിക്ക് കിറ്റ് കാറ്റ് കിട്ടാനുള്ള ചാൻസ് ഉള്ളൂ. ഇതിനാണ് ഈ 2 പ്രാവശ്യം ചാൻസ് ഉള്ളൂ എന്ന് പറയണില്ലേ, അതുതന്നെയാണ് ഇവിടുത്തെ പ്രോബബിലിറ്റി. അപ്പോൾ ഇത് എഴുതി കൊടുക്കുമ്പോൾ ഒരു രൂപമുണ്ട്. എങ്ങനെയാണെന്നറിയോ? ടോട്ടൽ എത്ര ഉണ്ട് എന്നുള്ളത് ആദ്യം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. സോ ഇപ്പോൾ ഇവിടെ ടോട്ടലായിട്ട് എത്ര ഉണ്ട്? 8 ചോക്ലേറ്റ്സ് ഉണ്ട് അല്ലേ. 5 ഡയറി മിൽക്സ് ഉണ്ട്, 2 കിറ്റ് കാറ്റ്സ് ഉണ്ട്, 1 മിൽക്കി ബാർ ഉണ്ട്. സോ ടോട്ടൽ 8 ചോക്ലേറ്റ്സ് ആണ് വരുന്നത്. അതിൽ നിങ്ങൾക്ക് കിറ്റ് കാറ്റ് കിട്ടാനുള്ളൊരു ചാൻസ് എന്ന് പറയുമ്പോഴോ അതെത്ര ആയിരിക്കും? അപ്പോൾ നമ്മളിങ്ങനെ നോക്കുകയാണ് കേട്ടോ. എപ്പോഴും താഴെ ഭാഗത്ത് ടോട്ടൽ ആയിട്ടുള്ള നമ്പർ ഇട്ട് കൊടുക്കണം. അതാണ് നമ്മൾ നേരത്തെ ഫോർമുലയിൽ കണ്ടത്. നമ്മൾ പഠിച്ചിട്ടില്ല, കണ്ടിട്ടുള്ളൂ അല്ലേ. സോ ഇതാ ഇവിടെ തന്നിട്ടുണ്ട് നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ നമ്പർ എത്ര ചാൻസസ് ഉണ്ട്, എത്ര ടോട്ടൽ പോസിബിളായിട്ട് എത്ര ചാൻസ് ഉണ്ട്, അതാണ് നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞു കിറ്റ് കാറ്റ് കിട്ടാൻ ആകെ 2 പ്രാവശ്യമല്ലേ സാധ്യത ഉള്ളൂ. അപ്പോൾ ആ ഒരു 2 ടൈംസ് എന്നുള്ളതാണ് നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം കേട്ടോ. ഫേവറബിൾ എന്ന് പറഞ്ഞാൽ അത് നിങ്ങളോട് ചോദിച്ചിട്ടുള്ള എത്രയാണോ, എന്ത് കിട്ടാനാണോ എടുക്കാനാണോ ചോദിച്ചത്, അതാണ് നിങ്ങളെ ഫേവറബിൾ. സോ അതിനനുസരിച്ച് എഴുതി കൊടുക്കാം. സോ ഇപ്പോൾ നമ്മൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മക്കളൊന്ന് നോക്കിയാൽ ഇങ്ങനെ ആയിരിക്കും നമുക്ക് കിട്ടുക. ഞാനിപ്പോൾ ഫസ്റ്റ് നിങ്ങളോട് ചോദിക്കുക, എനിക്ക് കിറ്റ് കാറ്റ് കിട്ടാനുള്ള ഒരു പ്രോബബിലിറ്റി പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുക. അപ്പോൾ നിങ്ങൾ ടോട്ടലി നോക്കുകയാണ്. കിറ്റ് കാറ്റ് എന്ന് പറയുമ്പോൾ ടോട്ടൽ എത്ര ഉണ്ട്? 8 ഉണ്ട്. ഓക്കെ, ടോട്ടലായിട്ട് 8 ഉണ്ട്. സോ അതിൽ നിങ്ങൾക്ക് കിറ്റ് കാറ്റ് കിട്ടാൻ ആകെ കൂടെ 2 ടൈംസേ ചാൻസ് ഉള്ളൂ. ഇപ്പോൾ ഈ 2/8 എന്നുള്ളത് ക്യാൻസലായാൽ 1/4 എന്നാകും. റെഡിയാണോ? ഈ ഒരു രൂപത്തിലാണ് നമ്മൾ പ്രോബബിലിറ്റി എഴുതി കൊടുക്കുക. ഭയങ്കര സിമ്പിൾ ചാപ്റ്ററാണ്. കോൺസെപ്റ്റ് ഒന്ന് നന്നായിട്ട് റീഡ് ചെയ്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. ഓക്കെ, സോ ഇനിയിപ്പോൾ ഇതന്നെ ഞങ്ങളോട് മിൽക്കി ബാർ കിട്ടാനുള്ള ചാൻസ് എന്ന് ചോദിച്ചാലോ ആകെ കൂടെ ഒറ്റ ഒന്നുള്ളൂ. സോ ടോട്ടൽ 8 ഉള്ളതിൽ ഒരൊറ്റ പ്രാവശ്യം മാത്രമേ മിൽക്കി ബാർ കിട്ടാനുള്ള ചാൻസ് ഉള്ളൂ. സോ 1/8 എന്നായിരിക്കും ഇവിടുത്തെ പ്രോബബിലിറ്റി. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുമോ? ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ചാപ്റ്ററിലുള്ള ബാക്കിയുള്ള കാര്യമൊക്കെ നല്ല എളുപ്പമാവും. സെറ്റ്. എന്നാൽ ഇനി ഇതിൽ ഈ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടെ എന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളോടൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് പറയാം കേട്ടോ. സോ ഫസ്റ്റ് വൺ എന്താണ്? എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് നമുക്കൊക്കെ അറിയണം. സോ എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഇതവിടെ എഴുതിയിട്ടുണ്ടാകും. എക്സ്പെരിമെൻ്റ് ഈസ് ആൻ ആക്ഷൻ ഓർ പ്രോസസ് ദാറ്റ് ലീഡ്സ് ടു ആൻ ഔട്ട്കം അല്ലേ. ഇപ്പോൾ നമ്മളിവിടെ നേരത്തെ ചോക്ലേറ്റ് ഇങ്ങനെ
എത്ര ഉണ്ട് എന്നൊക്കെ ബോക്സിൽ നിന്ന് എടുക്കാനൊക്കെ പറഞ്ഞില്ലേ, അതിനാണ് നമ്മൾ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്തൊരു എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, ടോസിങ് എ കോയിൻ. സോ ഒരു കോയിൻ നിങ്ങളോട് നമ്മൾ ഗെയിമൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കോയിൻ ടോസ് ചെയ്യും അല്ലേ, ആ ഒരു കോയിൻ ടോസ് ചെയ്യുന്നത് എന്താണ്, അതൊരു എക്സ്പെരിമെൻ്റ് ആണ്. രണ്ടാമത്തത് ട്രെയിൽ. സോ ട്രെയിൽ എന്ന് പറയുമ്പോൾ പെർഫോം ആൻ എക്സ്പെരിമെൻറ്റ് വൺസ്. അപ്പോൾ ഒരു പ്രാവശ്യം ഇട്ടിട്ട് എനിക്ക് ആ കോയിനെ തിരിച്ചെടുക്കുകയാണെങ്കിൽ ഒരു ട്രെയിൽ. ഇനിയിപ്പോൾ 2 പ്രാവശ്യം എടുക്കുകയാണെങ്കിൽ 2 ട്രെയിൽ ഉണ്ട് അല്ലേ. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യം ഉണ്ടാവില്ല, ഗെയിം കളിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാം അതൊക്കെ. ഓക്കെ, സോ ട്രെയിൽ. രണ്ടാമത്തത് മൂന്നാമത്തത് ഇവൻറ്റ്. ഇവൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ആൻ ഇവൻറ്റ് ഇസ് എ റിസൾട്ട് ഓഫ് എ സെറ്റ് ഓഫ് റിസൾട്ട്സ് ഫ്രം ആൻ എക്സ്പെരിമെൻറ്റ് എന്ന് വെച്ചാൽ, നെക്സ്റ്റ് എക്സാമ്പിൾ വായിച്ചേക്ക്, അപ്പോൾ നിങ്ങൾക്ക് തന്നെ കിട്ടും. ഗെറ്റിംഗ് ഹെഡ് വെൻ എ കോയിൻ ഇസ് ടോസ്ഡ്. കണ്ടോ, അപ്പോൾ ഈ നമ്മൾ നേരത്തെ പി ഓഫ് ഇ എന്ന് പറഞ്ഞില്ലേ അല്ലേ, പി ഓഫ് ഇ എന്ന് പറഞ്ഞിട്ടല്ല നമ്മൾ നേരത്തെ കിട്ടത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഒരു കോയിൻ ടോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹെഡ് കിട്ടാനുള്ള ചാൻസ് എത്ര? നമുക്കറിയാം, ആകെ കൂടെ ഒരു കോയിൻ എന്ന് പറഞ്ഞാൽ 2 സൈഡാണ്, ഒന്നില്ലെങ്കിൽ ഹെഡായിരിക്കും, ഒന്നില്ലെങ്കിൽ ടൈലായിരിക്കും അല്ലേ. പിന്നെ ഇനിയിപ്പോൾ അതല്ലാത്തതൊക്കെ നിങ്ങളിപ്പോൾ ആലോചിക്കണ്ട കേട്ടോ, നമുക്ക് കുറച്ചും കൂടെ വലുതായിട്ട് നമുക്ക് അതിനെക്കുറിച്ചൊക്കെ പഠിക്കാം. ഓക്കെ, സോ ഫസ്റ്റ് നിങ്ങളിപ്പോൾ അറിയേണ്ടത് എന്താ, നമുക്കൊരു ഹെഡ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്, അതല്ലാന്നുണ്ടെങ്കിൽ ടൈൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഹെഡ് കിട്ടാനുള്ള ചാൻസ് എത്ര ആയിരിക്കും നമുക്കറിയാം. ആകെക്കൂടെ ഒരു കോയിൻ ടോസ് ചെയ്താൽ 2 ചാൻസസ് ആണ്, അതിൽ ഹെഡ് കിട്ടാൻ ആകെക്കൂടെ 1 ചാൻസ്, അഥവാ 50% അല്ലേ, അതിനല്ല ഹാഫ് എന്ന് പറഞ്ഞാൽ. സോ 1/2 എന്നായിരിക്കും ഇവിടെ എന്ത് വരിക, പ്രോബബിലിറ്റി വരിക. അപ്പോൾ ഇവിടുത്തെ ഇവൻ്റ് എഴുതി കൊടുക്കുമ്പോൾ നിങ്ങൾ പി ഓഫ് ഇ എന്ന് എഴുതിയില്ലേ, ഈ പി ഓഫ് ഇ ഇസ് ഈക്വൽ ടു ഹാഫ്. ഈ ഇൻ്റെ മീനിങ് ആണ് ഇവിടെ എന്ത്, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഹെഡ് എന്ന് കൊടുക്കുക. ഓക്കെ, അതാണ് ഇവൻ്റ് ഇവിടുത്തെ. ഈ രൂപത്തിലാണ് ഇവൻ്റ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് സിമ്പിൾ ഇവൻ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എന്താണ്, ഇതേപോലെ തന്നെ നമ്മൾ ഒന്നില്ലെങ്കിൽ കോയിൻ ടോസ് ചെയ്യുക, അതല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാണ്, ഒരു ഡൈ റോൾ ചെയ്യുകയാണെന്ന് വിചാരിച്ചോ. അപ്പോൾ ഡൈ റോൾ ചെയ്യുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ 3 കിട്ടാനുള്ള ചാൻസ് എത്രയാണ്, ഒറ്റ ചാൻസാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഓരോ നമ്പർ കൊടുത്തിട്ട് 4 കിട്ടാനുള്ള ചാൻസ് എത്ര, 5 കിട്ടാനുള്ള ചാൻസ് എത്ര എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു ചാൻസാണ് അതാണ് സാധാരണ ഒരു സിമ്പിളായിട്ടുള്ള ഇവൻറ്റ്. ഇനി കോമ്പൗണ്ട് ഇവൻ്റ് എന്ന് പറഞ്ഞാലോ കുറേ കൂടെ കൂടിയിട്ട്, ഇപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ് എന്ത്, ഒരു ഓഡ് നമ്പർ കിട്ടാനുള്ള ചാൻസ് എന്താ, ഈവൻ നമ്പർ കിട്ടാനുള്ള ചാൻസ് എന്താ. അപ്പോൾ അവിടെ കണ്ടോ, അപ്പോൾ അവിടെ ഒരുപാട് ആൻസറുകളുണ്ട് കണ്ടോ. 2ഉം 4ഉം 6 ഒക്കെ എന്തെന്നാണ്, ചാൻസസ് ആണ്. ആ ചാൻസിൽ അപ്പോൾ നിങ്ങൾ ആൻസർ എഴുതി കൊടുക്കുമ്പോൾ കോമ്പൗണ്ട് ഇവൻറ്റിൻ്റെ ആൻസർ ഇവിടുത്തെ 2, 4, 6 എന്നുള്ളതെല്ലാം എഴുതി കൊടുക്കുക. 3 ചാൻസസ് ഉണ്ട്. സോ 3/6 എന്നാണ് എഴുതി കൊടുക്കുക കേട്ടോ. അവിടെ കണ്ടോ 3 ചാൻസാണ് ഈവൻ നമ്പർ കിട്ടാനുള്ളത്. അപ്പോൾ 3 ചാൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഒരു ഡൈ റോൾ ചെയ്താൽ 6 ചാൻസ് ഉണ്ടാകും. സോ 3/6 ഇങ്ങനെയാണ് എഴുതി കൊടുക്കേണ്ടത് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് നെക്സ്റ്റ് ഈക്വലി ലൈക്ലി ഔട്ട്കം അല്ലേ. സോ ഈക്വലി ലൈക്ലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒക്കെ ഈക്വലായിട്ട് കിട്ടും അല്ലേ. അപ്പോൾ നമ്മളൊരു ഡൈ റോൾ ചെയ്ത് അല്ലെങ്കിൽ ഒരു കോയിൻ ടോസ് ചെയ്ത്, അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞു ഹെഡും ടൈലും കിട്ടാനുള്ള ചാൻസ് 50-50 ആണ്. ഇതേപോലെ ഈക്വലായിട്ട് ചാൻസ് ഉള്ളതിനെ ചിലപ്പം 3ഉം എന്താണ്, അപ്പോൾ ഇവിടെ ഒരു ഡൈ റോൾ ചെയ്താൽ ഒരു നമ്പർ ഒരു സൈഡിലൊന്നും വീഴാനുള്ള ചാൻസ് എന്താണ്, 6നും ഈക്വലായിട്ടാണ് കിട്ടുക. അതേപോലെയുള്ള ഈക്വലായിട്ട് വരുന്ന ഔട്ട്കംസിനാണ് ഈക്വലി ലൈക്ലി ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നോട്ട് ഈക്വൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ, ഈക്വൽ അല്ലാതെ വരുന്നത് ഒരു ചാൻസ്, റെഡ് കളർ എത്ര കിട്ടും കണ്ടോ, ഇൻ എ ബാഗ് വിത്ത് 5 റെഡ് ബോൾസ് ആൻഡ് 1 ബ്ലൂ ബോൾ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് എന്ത് പറയാണ്, ഇവിടുന്ന് ടോട്ടൽ 6 ബോൾസ് ഉണ്ട്, അതിൽ 5 റെഡും 1 ബ്ലൂ ആണ്. അപ്പോൾ അതിൽ ബ്ലൂ കിട്ടാനുള്ള ചാൻസ് എത്രയെന്ന് വെച്ചാൽ 1/6 ആണ് കൊടുക്കുക, റെഡ് കിട്ടാനുള്ള ചാൻസ് 5/6 ആണ് കൊടുക്കുക. രണ്ടും വ്യത്യാസം വന്നില്ലേ. അപ്പോൾ ഇങ്ങനെ വരുന്നതാണ് നോട്ട് ഈക്വലി ലൈക്ലി ഔട്ട്കംസ്. ഓക്കെ, സോ ഇതിനെ ഈ ഒരു ക്വസ്റ്റ്യൻസ് നല്ല അസേഷൻ റീസണിങ്ങിലോ അതല്ലാന്നുണ്ടെങ്കിൽ അതുപോലുള്ള ഓക്കെ നിങ്ങളൊന്ന് കൺഫ്യൂസ് ചെയ്യുന്ന രൂപത്തിൽ ചോദിച്ചാൽ നിങ്ങൾ ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. സെറ്റാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നിങ്ങൾ അറിയേണ്ടത് സം ഓഫ് പ്രോബബിലിറ്റീസ്. ഓക്കെ, സോ സം ഓഫ് പ്രോബബിലിറ്റി എന്ന് പറയുമ്പം നിങ്ങൾ നോക്കി, ഇപ്പോൾ നമ്മളിതാ നേരത്തെ പറഞ്ഞു ഒരു ബാഗിൽ 5 റെഡ് ബോൾസ് ഉണ്ട്, 1 ബ്ലൂ ബോൾ ഉണ്ട് അല്ലേ. അപ്പോൾ ജസ്റ്റ് അതൊന്ന് എഴുതി കൊടുക്കാം. നമുക്ക് ഒരു ബാഗ് ഉണ്ട്. ഓക്കെ, സോ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തുണ്ട്, ഓക്കെ ഇവിടെ തന്നിട്ടുള്ള ഈ ഒരു ഇത് കാണുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ 5 റെഡ് ബോൾസ് ഉണ്ട്, 1 ബ്ലൂ ബോൾ ഉണ്ട്. ഓക്കെ, സോ ഇപ്പോൾ നമുക്ക് റെഡ് കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്തായിരിക്കും റെഡ് കിട്ടാനുള്ള ചാൻസ് എന്ന് പറഞ്ഞിട്ട് വരിക, ഇത് 1 ഇവിടെ ആക്കി കൊടുക്കാം കേട്ടോ. സോ ബ്ലൂ. ഇനി നിങ്ങൾ നോക്കിയാൽ റെഡ് കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുമ്പോൾ ടോട്ടലായിട്ടുള്ളത് 6 ബോൾസാണ് അല്ലേ. ഈ ബോക്സിനകത്ത് ടോട്ടലായിട്ടുള്ളത് 6 ബോൾസാണ്. സോ ഈ 6 ബോൾസിൽ മക്കൾ എന്ത് ചെയ്യാണ്, നിങ്ങൾക്ക് റെഡ് കളർ എത്ര എണ്ണം കിട്ടുമെന്ന് ചോദിച്ചാൽ 5 പ്രാവശ്യങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് റെഡ് കളർ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ കിട്ടൂല. 6ാമത്തെ ഒന്ന് എന്തുകൊണ്ടാണ് കിട്ടാത്തത്, കാരണം 6ാമത്തെ ഒന്നുള്ളത് ഏതാണ്,
അത് ബ്ലൂ കളറാണ്. അപ്പോൾ ബ്ലൂ കിട്ടാനുള്ള ചാൻസ് ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ അതും നമുക്ക് മനസ്സിലാക്കാം. ടോട്ടലായിട്ട് എത്രയുണ്ട്? 6 അല്ലേ. ആ 6ൽ എന്ത് വന്നിട്ടുണ്ടാകും? ബ്ലൂ കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുന്നത് ഒരൊറ്റ ചാൻസാണ്. ഇനി സം ഓഫ് പ്രോബബിലിറ്റി, ഇപ്പോൾ ഇങ്ങനെ 2 പ്രോബബിലിറ്റി ഉണ്ട്. ഇത് രണ്ടും കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കിയാൽ ആഡ് ചെയ്ത് നമുക്ക് എന്താ കിട്ടുക? നമുക്കറിയാം ഡിനോമിനേറ്റർ രണ്ടും ഈക്വൽ ആണ്. സോ താഴെ ഇവിടെ ഡിനോമിനേറ്ററിൽ 6 തന്നെ മതി. പിന്നെയോ ന്യൂമറേറ്ററിൽ 5 + 1 അല്ലേ. ഡിനോമിനേറ്റർ രണ്ടും ഈക്വൽ ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ന്യൂമറേറ്റർ ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ജസ്റ്റ് ന്യൂമറേറ്ററിനെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കൊടുക്കുമ്പോൾ എത്ര കിട്ടും? 6. സോ 6/6 എന്ന് പറഞ്ഞാൽ എത്രയായി? 1 ആയി. കണ്ട, 6/6 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. ഇതുകൊണ്ട് നമുക്ക് എന്താ മനസ്സിലായത്? ഏതൊരു പ്രോബബിലിറ്റിയും കിട്ടാനുള്ള ചാൻസ് കിട്ടാതിരിക്കാനുള്ള ചാൻസും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെപ്പോഴും 1 ആയിരിക്കും. അല്ലെങ്കിൽ അതല്ലെങ്കിൽ കിട്ടാനുള്ള എല്ലാ ചാൻസ് അത് നെക്സ്റ്റ് പോയിൻ്റാണ് കേട്ടോ. കിട്ടാനുള്ള എല്ലാ ചാൻസും ഏതൊക്കെ കിട്ടാനുണ്ടോ അതൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് 1 ആയിരിക്കും. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ നോക്കിയ ചോക്ലേറ്റ് ഉണ്ടല്ലോ, നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കിയാലോ. നമ്മൾ നേരത്തെ ഇവിടെ കുറേ ചോക്ലേറ്റിനൊക്കെ എടുത്ത് നോക്കിയില്ലേ? അവിടെ ഒന്ന് വന്ന് നോക്കി ഞങ്ങൾ. ഇവിടെ ജസ്റ്റ് ഫസ്റ്റ് 1ൽ കിട്ടാനുള്ള ചാൻസ് എത്രയാണ്? 2/8 ആണല്ലോ. കിറ്റ്കാറ്റ് കിട്ടാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ 2/8 ആണ് കിറ്റ്കാറ്റ് കിട്ടാനുള്ള ചാൻസ്. പ്ലസ് അടുത്തത് നെക്സ്റ്റ് ഡയറി മിൽക്ക് കിട്ടാനുള്ള ചാൻസ് എത്രയാണ്? ടോട്ടൽ 8 ആണ്. അതിൽ നമുക്ക് കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 5 ആണ്. ഇനി നെക്സ്റ്റ് 1 ഏതാണ്? നെക്സ്റ്റ് 1 ആകെ കൂടെ ഒരു ചാൻസ് മിൽക്കി ബാർ കിട്ടാൻ. അപ്പോൾ അതും നമ്മൾ എഴുതി കൊടുത്തു. ഇനി നിങ്ങളൊന്ന് നോക്കിയാൽ ഇത് മൂന്നും കൂടെ ആഡ് ചെയ്ത് നോക്കിയാൽ 5, 2 + 5 7 + 1 8. ഇവിടെയും 8/8 എന്ന ആൻസർ കിട്ടിയില്ലേ? സോ 8/8 എന്ന ആൻസർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 1. കണ്ടോ? സോ ഇങ്ങനെ ഏതെല്ലാം കൂടെ പ്രോബബിലിറ്റി, എത്ര പ്രോബബിലിറ്റി തന്നാലും നിങ്ങൾ ഈ ഒരു കാര്യം മുഴുവൻ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആൻസർ 1 കിട്ടും. അതാണ് നമ്മൾ സം ഓഫ് പ്രോബബിലിറ്റി ഈസ് ഓൾവേസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞത്. ഇനി നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യാണ്? ഇതേപോലെ അടുത്തത് നിങ്ങൾ പഠിക്കാനാണ് കോംപ്ലിമെൻറ്റ് ഓഫ് എൻ ഇവൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, ഈ ഒരു ബോക്സിനകത്തുനിന്ന് ഞാൻ നിങ്ങളോട് എന്ത് ചോദിച്ചേ? കിട്ടാനുള്ള ചാൻസ് എന്ന് ചോദിച്ചപ്പോൾ, റെഡ് കളർ ബോൾ കിട്ടാനുള്ള ചാൻസ് എന്ന് ചോദിച്ചപ്പോൾ നമുക്കറിയാം 5 പ്രാവശ്യമാണ് കിട്ടാനുള്ള ചാൻസ്. അപ്പോൾ കിട്ടാതിരിക്കാനുള്ള ചാൻസ് എന്തായിരിക്കും? ഈ കിട്ടാതിരിക്കാനുള്ളതെന്ന് പറയുന്നത് അതാണ് കോംപ്ലിമെൻറ്റ്. സോ കിട്ടാതിരിക്കാനുള്ള ചാൻസ് നമുക്കറിയാം ആകെ കൂടെ ഒരു പ്രാവശ്യമേ കിട്ടാതിരിക്കുള്ളൂ ആണല്ലോ. കാരണം എന്താ? ഒരു പ്രാവശ്യമാണ് ബ്ലൂ ഉള്ളത്. ഒരു പ്രാവശ്യമേ കിട്ടാതിരിക്കുള്ളൂ. ഇനിയിപ്പോൾ നേരത്തെ തന്നെ ഞാൻ തിരിച്ചു ചോദിക്കുകയാണ് നിങ്ങളോട്, ബ്ലൂ കളർ ബോൾ കിട്ടാതിരിക്കാനുള്ള ചാൻസ് എന്താണ്? അപ്പോൾ ബ്ലൂ കളർ ബോൾ കിട്ടാതിരിക്കാനുള്ള ചാൻസ് എന്ന് പറയുമ്പോൾ 5 പ്രാവശ്യമേ കിട്ടൂല, ആകെ ഒറ്റ പ്രാവശ്യമേ കിട്ടുള്ളൂ. ബാക്കി 5 പ്രാവശ്യം ഇത് കിട്ടൂല അല്ലേ. അപ്പോൾ കിട്ടാതിരിക്കാനുള്ള ചാൻസ് 5/6 ആകും. സോ കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പോൾ ബാക്കി അപ്പുറത്തുള്ളതിനെ, ഇനിയിപ്പോൾ ഇവിടെ 2-3 ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അതൊക്കെ കൂടെ ചേർത്തിയിട്ടാണ് പറഞ്ഞു കൊടുക്കേണ്ടത് കോംപ്ലിമെൻ്റ് ഓഫ് ഇവൻറ്റ്. ഒന്നുകൂടെ വേണമെങ്കിൽ നമ്മൾ നേരത്തെ നോക്കിയ ചോക്ലേറ്റിൻ്റെതും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ജസ്റ്റ് നിങ്ങളത് ഇവിടെ ഒന്നും കൂടെ നോക്കിക്കോ. ഇവിടെ നിങ്ങളോട് ഞാൻ എന്ത് ചോദിക്കുകയാണ്? നിങ്ങൾക്ക് ഇവിടെ ഡയറി മിൽക്ക് കിട്ടാതിരിക്കാനുള്ള ചാൻസ് എത്രയാണെന്ന് നോക്കുകയാണ്. കിട്ടാതിരിക്കാനുള്ള ചാൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ബാക്കിയുള്ള 2 കിറ്റ്കാറ്റും മിൽക്കി ബാറും കൂടെ ആഡ് ചെയ്ത് എത്ര? 3 ഉണ്ട്. അപ്പോൾ ആ 3/8 ആണ് നിങ്ങൾക്ക് ഇവിടെ ഡയറി മിൽക്ക് കിട്ടാതിരിക്കാനുള്ള ചാൻസ്. റെഡിയാണല്ലോ? സോ ഈ ഒരു പാർട്ടും നിങ്ങൾക്ക് റെഡി ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നിങ്ങളൊരു കാര്യം കൂടെ നോക്കാനുണ്ട്, ഇമ്പോസിബിൾ ഇവൻ്റ് ആൻഡ് ഷുവർ ഇവൻ്റ്. സോ ഇമ്പോസിബിൾ ഇവൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരിക്കലും നടക്കാത്ത കാര്യമാകുമ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി 0 ആണ്. ഇനി ഷുവർ ഇവൻ്റ് എന്ന് പറഞ്ഞാൽ എന്തായാലും നടക്കുന്ന കാര്യം, അങ്ങനെയാണെന്നുണ്ടെങ്കിലോ അതിൻ്റെ പ്രോബബിലിറ്റി 1 ആണ്. ഇനി പ്രോബബിലിറ്റിക്ക് ഒരു റേഞ്ച് ഉണ്ട്. റേഞ്ച് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഈ ഒരു പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമുക്കറിയാം നടക്കാതിരിക്കാനുള്ള ചാൻസിൻ്റെയും, ചാൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഓർമ്മ വെച്ചാൽ മതി. ചാൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ നടക്കൂല എന്ന് പറയുന്നതിനും എന്തായാലും നടക്കും എന്ന് പറയുന്നതിൻ്റെ ഇടയിലുള്ളതിൽ നമ്മൾ ചാൻസ് എന്ന് പറയുന്നത് അതുതന്നെയാണ് ഈ 0ൻ്റെയും 1ൻ്റെയും ഇടയിലുള്ള നമ്പേഴ്സ്. കണ്ടോ? അപ്പോൾ ഈ 0.1 2 3 4 ഇങ്ങനെ പോയിൻ്റ് ഇട്ടിട്ട് ആ ഒരു പോയിന്റിൽ വരുന്ന നമ്പേഴ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രോബബിലിറ്റി റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക കേട്ടോ. ഇതൊക്കെ എന്ത് തരികയാണെന്നറിയോ? നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, 3.5 ആണ് ഒരു ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി കിട്ടിയത്. ഇങ്ങനെയാണെങ്കിൽ അത് കറക്റ്റാണോ? ഒരിക്കലും അല്ല അല്ലേ. 0. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് പ്രോബബിലിറ്റി ആവുള്ളൂ. 3.5 എന്നോ അല്ലെങ്കിൽ 1 something കിട്ടിയാൽ തന്നെ എന്തല്ല, ഇതൊരിക്കലും പ്രോബബിലിറ്റി അല്ല. സോ ഡിവൈഡ് ഫ്രാക്ഷനായിട്ട് തരുമ്പോഴും നിങ്ങൾ നോക്കുക, എന്ത് നോക്കണം? ന്യൂമറേറ്ററിൽ വലിയ ഡിജിറ്റ് വന്നാൽ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ ഈ സൈഡിൽ ആൻസർ വരും കേട്ടോ. ന്യൂമറേറ്ററിൽ വലിയ ഡിജിറ്റ് വന്നാൽ, അപ്പോൾ ന്യൂമറേറ്ററിൽ എപ്പോഴും ചെറിയ ഡിജിറ്റും ഡിനോമിനേറ്ററിൽ വലിയ ഡിജിറ്റും ആയിട്ട് പ്രോപ്പർ ഫ്രാക്ഷൻ ആണെങ്കിൽ മാത്രമേ അവിടെ പ്രോബബിലിറ്റി വർക്ക് ആവുള്ളൂ. അതല്ലെങ്കിൽ അത് പ്രോബബിലിറ്റി അല്ല എന്ന് പറയണം. സോ ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ.